ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയാതെ പറഞ്ഞൊരു കാര്യം, സോയിൽ ടെസ്റ്റ് നടത്തിയില്ല. സോയിൽ ടെസ്റ്റ് വേണമെന്ന് കേരളയുടെ കാര്യത്തിൽ താൻ പറഞ്ഞിരുന്നു, ദേശീയപാതയുടെ കാര്യത്തിൽ പറഞ്ഞിരുന്നു, ഇവിടെയും ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ സോയിൽ ടെസ്റ്റ് നടത്താത്തതാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു സൂചിപ്പിക്കൽ ഉണ്ടായിരുന്നു ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ. അത് എന്താണ് അതിലൂടെ അദ്ദേഹം അർത്ഥമാക്കുന്നത്? മാത്രമല്ല, അത് ഈ പദ്ധതിക്ക് തുരങ്കപാത പദ്ധതിയുടെ അനുമതിയെ അല്ലെങ്കിൽ അതിന്റെ പാരിസ്ഥിതികാഘാത പഠനത്തെയൊക്കെ അതിന്റെ ഉദ്ദേശശുദ്ധിയൊക്കെ ചോദ്യം ചെയ്യുന്നതാണ്. അല്ല, തുരങ്കപാതയെ പറ്റി അദ്ദേഹത്തിന് വ്യക്തമായ നിലപാടുകൾ നേരത്തെ ഉണ്ടായിരുന്നു. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹവും അത് സൂചിപ്പിച്ചിട്ടുണ്ട്. തുരങ്കപാതക്ക് ആദ്യം അനുകൂലമായിരുന്നില്ല. അങ്ങനെയൊരു നിലപാടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ചില പ്രതികരണങ്ങൾ ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ അഭിപ്രായങ്ങൾ ആ ഘട്ടത്തിൽ അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. ഇത് പിന്നീട് ആ രീതി കണ്ടിട്ടില്ല. ഇതിനനുകൂലമായി നിൽക്കുന്നു എന്നൊരു പ്രതീതിയാണ് പൊതുവെ ഉണ്ടായിരുന്നത്. പക്ഷേ ആദ്യത്തെ ഒരു ധാരണ വെച്ചുകൊണ്ട് കാര്യങ്ങൾ നീക്കാൻ ഉള്ള ശ്രമം ഇപ്പോൾ നടത്തുന്നുവെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാനാകില്ല. കാരണം ഇന്ന് അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. കേരളവുമായി ബന്ധപ്പെട്ട ഏത് വികസന പദ്ധതികളും അത് ശരിയായ രീതിയിൽ നടപ്പാക്കാനുള്ള ചുമതലയാണ് അദ്ദേഹം ഇന്ന് വഹിക്കുന്നത്. ഏത് പദ്ധതിക്കെതിരെയും തെറ്റായ ഒട്ടേറെ ആക്ഷേപങ്ങൾ ഉയർത്താൻ ബോധപൂർവം തന്നെ ചിലർ ശ്രമിച്ചു എന്ന് വരും. ആ ശക്തികളുടെ ഭാഗമായി മാറാൻ ഒരു ഘട്ടത്തിലും ഒരു മുഖ്യമന്ത്രിക്കുമാവില്ല. അപ്പോൾ അത്തരം ശക്തികളെ നിർവീര്യമാക്കുകയും പദ്ധതി നാടിൻ്റെ താല്പര്യത്തിന് ഗുണകരമായത് യാഥാർത്ഥ്യമാക്കുകയും ചെയ്യുക എന്നതാണ് മുഖ്യമന്ത്രി അർപ്പിതമായിട്ടുള്ള പ്രാഥമികമായ ഉത്തരവാദിത്വം. ആ ബാധ്യതയാണോ അദ്ദേഹം നിറവേറ്റുന്നത് എന്ന് ഇത്തരം പ്രതികരണങ്ങൾ നടത്തുന്നതിലൂടെ അദ്ദേഹം തന്നെ സ്വയംവിമർശപരമായി പരിശോധിക്കേണ്ട കാര്യമാണ്. ഏതായാലും പദ്ധതി നാടിനാവശ്യമായിട്ടുള്ളതാണ്. കേരളത്തിൻ്റെ മുന്നേറ്റത്തിന് അത് അങ്ങേയറ്റം വഴിവെക്കുന്നൊരു കാര്യമാണ്. ആ പദ്ധതി പ്രാവർത്തികമാക്കുന്നതിനുള്ള ഇടപെടലും ആവശ്യമായ ജാഗ്രതയുമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടത്. തുരങ്കപാത നടപ്പിലാക്കാൻ വഴിവിട്ട് പല കാര്യങ്ങളും ചെയ്തു. ഈ പഠന റിപ്പോർട്ടുകൾ അനുകൂലമാക്കുന്നതിന് വേണ്ടിയുള്ള സമ്മർദ്ദങ്ങൾ ചെലുത്തി എന്നതടക്കമുള്ള ആരോപണങ്ങൾ മുഖ്യമന്ത്രി ഉന്നയിച്ചിട്ടുണ്ട്. അതിനാണ് ഞാൻ നേരത്തെ എല്ലാം പറഞ്ഞത്. ഞാൻ വിശദമായി പറഞ്ഞില്ലേ, ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സുതാര്യമായാണ് കാര്യങ്ങളെല്ലാം നടന്നത്. അതിൻ്റെ ഭാഗമായുള്ള തെളിവെടുപ്പുകൾ നടന്നു. അത് 2 കലക്ടർമാർ തന്നെയാണ് അത് ജില്ലകളിൽ നടത്തിയത്. ആളുകൾ അതിനെതിരെ തെളിവുകൾ കൊടുക്കേണ്ടവർ കൊടുത്തു. ആർക്കെല്ലാം അഭിപ്രായം പറയണോ അതെല്ലാം പറഞ്ഞു. അതെല്ലാം വിലയിരുത്തിക്കൊണ്ടാണ് ബന്ധപ്പെട്ട കമ്മിറ്റി പാരിസ്ഥിതികാനുമതി സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും നൽകുന്നത്. അവിടെ തീരുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായി തന്നെ ഹൈക്കോടതിയിൽ വാദപ്രതിവാദം നടന്നു. അതുമായി ബന്ധപ്പെട്ട് പോയ കേസിൻ്റെ ഭാഗമായി അതെല്ലാം കേട്ടതിന് ശേഷം ഹൈക്കോടതി തീരുമാനം വന്നു. ഹൈക്കോടതി തീരുമാനം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയി. സുപ്രീം കോടതിയിലും ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ചീഫ് ജസ്റ്റിസിൻ്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ് സുപ്രീം കോടതിയിൽ തീരുമാനമെടുത്തത്. ഇതെല്ലാം നടന്ന കാര്യമാണ്. അപ്പോൾ എല്ലാ തരത്തിലുള്ള പരിശോധനയും ജുഡീഷ്യൽ സ്ക്രൂട്ടിനി അടക്കം നടന്നതിന് ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടന്നിട്ടുള്ളത്. ഈ നിർമ്മാണം നടക്കുന്ന സംരക്ഷണ വിധി മുൻപ് അവിടെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പരിശോധന നടത്തി കഴിഞ്ഞ ജൂണിൽ. അതിന് പ്രകാരം ഈ പരിശോധന നടത്തിയപ്പോൾ അവിടെ വിള്ളലുണ്ട്, മണ്ണിടിയാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ
നിർമ്മാണ ചുമതല കമ്പനി കോൺഗ്രസ് കോർപ്പറേഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. അതിൽ ഒരു ഇടപെടലുണ്ട്. അത് സർക്കാരിന്റെ പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്തുള്ള ഒരു വീഴ്ചയല്ലേ? അത്തരം റിപ്പോർട്ടിനെ കുറിച്ച് എനിക്കറിയില്ല എന്താണെന്ന്. കഴിഞ്ഞ ജൂൺ 13-ാം തീയതി വരെ ഒരു പഠനം നടത്തി GSI ആണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ആ റിപ്പോർട്ടിൽ പറയുന്നത് അവിടെ മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട്, കോൺക്രീറ്റ് വാള് നിർമ്മിച്ച സംരക്ഷണം നിർമ്മിച്ച പലയിടങ്ങളിലും വിള്ളലുകളുണ്ട് എന്ന് കണ്ടെത്തി. മണ്ണൂരി അല്ല എന്ന് വന്നത് വിള്ളൽ ഉള്ളതാണ് ഇത്തരത്തിലൊരു അപകടം മണ്ണിടിച്ചിൽ ഉണ്ടായതെന്നാണ് GSI റിപ്പോർട്ടിലാണ്. അതിപ്പോ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധന നടത്തണമെന്ന് പറഞ്ഞല്ലോ. ആ പരിശോധനയുടെ ഭാഗമായി പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. സാങ്കേതിക വൈദഗ്ധ്യമുള്ളവരടക്കമുള്ള കമ്മിറ്റിയാണല്ലോ പരിശോധിക്കുക. അതിന്റെ ഭാഗമായി പുറത്തു വരട്ടെ കാര്യങ്ങൾ. പൊതുമരാമത്ത് വകുപ്പ് എല്ലാ പരിശോധനയും നടത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള പരിശോധന കുറവൊന്നുമില്ല. അവർ തന്നെയാണല്ലോ ഇപ്പോഴും മേൽനോട്ടം വഹിക്കുന്നത്. പക്ഷേ ഇവിടെ കാണേണ്ട കാര്യം തീരുമാനിച്ച കാര്യങ്ങൾ ആ തീരുമാനിച്ച രീതിയിൽ നടപ്പാക്കിയില്ല എന്നുള്ളതാണ്. ഇവിടുന്നല്ലാലോ ഈ പറയുന്ന ദുരന്തം സംഭവിക്കുന്നത്, മേലെ നിന്നാണല്ലോ. ആ മേലെ നിന്ന് ദുരന്തം സംഭവിച്ച് അവിടുന്ന് പൊട്ടി വരുന്ന മണ്ണും വെള്ളവും അത് താഴോട്ട് വരുമ്പോൾ കൂടുതൽ ഊക്കോടെ വരിക, താഴെയുള്ളതിനെ എല്ലാം നീക്കുകയാണ്. അപ്പോഴാണ് അതിന് ശക്തി പകരത്തക്ക രീതിയിൽ കുറച്ച് മണ്ണും കിട്ടുന്നത്. ആ മണ്ണടക്കമാണല്ലോ ഒഴുകി വരുന്നത്. അങ്ങനെയാണല്ലോ ഈ മീനാക്ഷി പാലം ആകെ പൂർണ്ണമായിട്ട് അടഞ്ഞു കിടക്കുന്ന ഈ അവസ്ഥയുണ്ടായി. ഇതൊക്കെ എല്ലാവരുടെയും ശ്രദ്ധയിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? ടൗൺഷിപ്പ് മുണ്ടക്കൈ ടൗൺഷിപ്പ് നിർമ്മാണം കുറച്ച് അനിശ്ചിതത്വമുണ്ട്. ചീഫ് ഓപ്പറേറ്റീവ് ഓഫീസറുടെ സ്ഥലം മാറ്റി പുതിയ ചീഫ് ഓപ്പറേറ്റീവ് ഓഫീസറെ നിയമിച്ചിട്ടില്ല. ഇഫ്കോണ്ട് ഉദ്യോഗസ്ഥരെ മുന്നറിയിപ്പുള്ള സ്ഥലമാക്കി ഇനിയിപ്പോൾ വീണ്ടും നിയമിച്ചിട്ടുണ്ട്. അപ്പൊ ആ കാര്യത്തിൽ എന്താണ് ജാഗ്രതയോടെ പോകേണ്ടതല്ലേ? ജാഗ്രതയോടെ പോകേണ്ടതാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ടൗൺഷിപ്പ് പോലുള്ളൊരു കാര്യത്തിൽ ഏതെങ്കിലും ഒരു തടസ്സം വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അത് നമ്മുടെ നാടാകെ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. ഏറെക്കുറെ കാര്യങ്ങളെല്ലാം പൂർത്തിയായതാണ്. ഇനി അതിൻ്റെ അവസാന ഘട്ടം നടപ്പാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന് തടസ്സമായിട്ട് ഗവൺമെൻറ് നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. വേഗം തന്നെ അത് പൂർത്തിയാക്കുന്നതിന് ആവശ്യമായ നടപടികൾ എടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കർക്കിടമാസം വരുന്നേ ഉള്ളൂ. രാമായണം മുഴുവൻ വായിച്ചിട്ടും മറ്റവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചതുപോലെയുള്ള ചോദ്യമാണിത്. ഇതാണല്ലോ ഞാൻ ഇതേവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ പദ്ധതി വേണ്ടാന്ന് മനസ്സിൽ തോന്നിയിരുന്ന ചിലരുണ്ടായിരുന്നു. അവർ പിന്നെ ഇത് പദ്ധതി ആവശ്യമാണ് എന്നുള്ള മട്ടിലേക്ക് എത്തിയിരുന്നു. അവർ വീണ്ടും പഴയതിലേക്ക് പോകരുത് എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത് നേരത്തെ. ഇവിടെ പദ്ധതി ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ വയനാടിന് മാത്രമായിട്ടുള്ളതല്ല, നാടിൻ്റെ പൊതുവായ വികസനത്തിന് ഒഴിച്ചുകൂടാത്തതാണ് ഈ പദ്ധതി. അപ്പോൾ ആ പദ്ധതി നടപ്പാവുക എന്നത് ഏറ്റവും പ്രധാനം തന്നെയാണ്. ഓക്കെ, നമുക്ക് അവസാനിപ്പിക്കാം.